ദീപ്തി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീപ്തിക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരു ബിസിനസ് ആയിരുന്നു ഇത് കണക്ക് ഹോം സ്റ്റേയുടേത്. തനിക്കുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് പരിപാടി ഉണ്ടായതുകൊണ്ട് തന്നെ അത് നോക്കാനുണ്ടെങ്കിൽ സമയമില്ലായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് ബുക്കിംഗ് ആരൊക്കെയാണോ വരുന്നത് അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തൻ്റെ കൂട്ടുകാരിക്കുണ്ടെങ്കിൽ തൻ്റെ നമ്പർ ഇതേ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കാനും ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാനും കഴിയുന്നത്. സോ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര മോശമുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ തരാം, ഞാൻ പൈസ തരാം, ഇങ്ങനെ നടക്കുമോ അങ്ങനെ നടക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എണ്ണത്തിൻ്റെ വിചാരം ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന പലതും നടക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഇത് കണക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കണക്ക് ഈ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇതിനെതിരെ ഉണ്ടെങ്കിൽ പരാതിയും കാര്യങ്ങളും അതോടെ തന്നെ വിളിച്ചവന്മാർക്കെല്ലാം നല്ല തെറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും നോക്കി കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ സ്ത്രീകൾ ഇത് കണക്ക് ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാർ ഇതേ കണക്കത്തുള്ള മോശമായുള്ള കമൻസും അല്ലെങ്കിൽ ഇത് കണക്ക് വിളിച്ചിട്ട് കാര്യം പറയുന്നത് ഒരുപാട് കണ്ടുവരുന്നതാണ്. അതിനെതിരെ നടപടി എടുത്താലും പിന്നെ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത് കണക്ക് ബിസിനസ്സിന് മാത്രമല്ല സാധാരണ രീതിയിൽ പോലും ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡി പിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനകത്തുള്ള മോശമുള്ള കമൻസൊക്കെ ഇടുക അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരമൊക്കെ ഒരുപാട് പേര് പറയുന്നതാണ്. എന്നാലും ദീപ്തി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തുള്ള ഒരു മാന്യതയില്ലാതെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത പോലത്തുള്ള സംസാരമാണ് ഒരുപാടെണ്ണം സംസാരിക്കുന്നത്. അവനെ പോലത്തുള്ളവന്മാർക്ക് തീർച്ചയായിട്ടും വേണ്ട നടപടി എടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.